പശ്ചിമേഷ്യൻ സംഘർഷം ഇതുവരെ മരണപ്പെട്ടത് 5 ഇന്ത്യൻ പൗരന്മാരെന്ന് കേന്ദ്രം. ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കി. ഫലപ്രഖ്യാപന തീയതി പിന്നീട് അറിയിക്കും. സ്കൂൾ ഫീസ് വർധന നിവേദനം നൽകി. ആഘോഷം അതിരുവിടേണ്ട, പിടിവീഴും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ 5 ഇന്ത്യൻ പൗരന്മാർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒമാൻ, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകൾ 24 മണിക്കൂറും കർമ്മനിരതമായി സഹായ നടപടികൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് വിഭാഗം അഡീഷണൽ സെക്രട്ടറി അസീം മഹാജാൻ വ്യക്തമാക്കി. കാണാതായ ഇന്ത്യൻ പൗരനെ കണ്ടെത്തുന്നതിനും മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വേഗത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ അധികൃതരുമായി ഇന്ത്യൻ എംബസികൾ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിലെ സുഹാറിൽ വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ പൗരന്മാർ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ പരിക്കേറ്റവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സഹായം നൽകുന്നതിനായി ഇന്ത്യൻ എംബസിയും രംഗത്തുണ്ടെന്നും ഒമാനി അധികൃതരുമായും ആശുപത്രികളുമായും മരണപ്പെട്ടവരുടെ കമ്പനികളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കി. ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 16 മുതൽ ഏപ്രിൽ 10 വരെ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളാണ് റദ്ദാക്കിയത്. നേരത്തെ മാറ്റിവെച്ച പരീക്ഷകളും ഇതിൽ ഉൾപ്പെടുന്നുമെന്ന് CBSE പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ സ്കൂളുകളിൽ നിന്നും അധികൃതരിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങളും അഭ്യർത്ഥനകളും പരിഗണിച്ചാണ് തീരുമാനം. പരീക്ഷകൾ നടത്തുന്നതിന്റെ സാധ്യത പലതവണ ചർച്ച ചെയ്തു. ഒടുവിലാണ് പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഈ രാജ്യങ്ങളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപന തീയതി പിന്നീട് അറിയിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. മധ്യേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് CBSE 12ാം ക്ലാസ് പരീക്ഷകൾ നീണ്ടുപോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കടുത്ത ആശങ്കയിലാക്കിയിരുന്നു. പരീക്ഷ മാറ്റിവെച്ചത് വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുമോ എന്ന ഭീതിയിലാണ് രക്ഷിതാക്കൾ. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ പ്രഖ്യാപിച്ച സ്കൂൾ ഫീസ് വർധനവിലും വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രാ സംവിധാനം പിൻവലിക്കലിലും പ്രതിഷേധിച്ച് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നിവേദനം നൽകി. അപ്രതീക്ഷിതമായി ഫീസ് വർദ്ധിപ്പിച്ചത് രക്ഷിതാക്കൾക്ക് സാമ്പത്തിക ഭാരമാണ് വരുത്തിവെക്കുന്നത്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും ജോലി സംബന്ധമായ അനിശ്ചിതത്വവും നേരിടുന്ന സമയത്താണ് ഫീസ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന യാത്രാ സംവിധാനം പെട്ടെന്ന് പിൻവലിച്ചതിൽ രക്ഷിതാക്കളുടെ ഇടയിൽ കടുത്ത എതിർപ്പാണ് ഉയരുന്നത്. ആഘോഷവേളയിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനും വാഹനങ്ങൾ നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തുന്നതിനുമെതിരെ ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനവാസ കേന്ദ്രങ്ങളിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് അടുത്തിടെ വർദ്ധിച്ചു വരുന്നത് പരിസരവാസികൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ വാഹനങ്ങളുടെ സൈലൻസറുകളിൽ അനധികൃത മാറ്റം വരുത്തുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.